ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കണ്ടോ, ഒരുത്തൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതേ ചെന്ന് ഡാഡിയുടെ അടുത്ത് ഇരിക്കുന്ന കിടപ്പ് കണ്ടോ. എന്തിനാണെന്നറിയാമോ? ആദ്യം ഒന്ന് ഇങ്ങനെ കുത്ത വെച്ചിരുന്നു തടവി കൊടുക്കുക. തടവി 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 ദേ അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ദീപക്ക് വന്നു. ഇനിയിപ്പോൾ ദീപക്കിൻ്റെ പിറവായിരിക്കും. എപ്പോഴും തടവി കൊടുക്കണം കേട്ടോ. ഡാഡിയുടെ അടുത്ത് പോയി ഡാഡി പറഞ്ഞു അവിടെ ഇരിക്കുക, തടവി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. കണ്ടോ, തടവി തടവി അവിടെ കിടന്നു കൊടുത്തു തടവാൻ. ദീപക്ക് വന്നു ഫ്രണ്ട്സ്. ഇപ്പം ദീപക്കിൻ്റെ കൂടെ കേട്ടോ. എവിടെ പോകുന്നു? ഡാഡിയുടെ പറ പോണ. ദീപക്കിനെ മൈൻഡ് ചെയ്യുന്നില്ലേ നീ? ദീപക്കിനെ മൈൻഡ് ചെയ്യുന്നില്ലേ? പൊന്നോ, ദീപക്കിനെ മൈൻഡ് ചെയ്യുന്നില്ലേ? കയറി 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 ദേ അവിടെ ചേച്ചി കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നു. അവൻ ഒരുത്തൻ റൂമിൽ പോയി കേട്ടോ ഫ്രണ്ട്സ്. റൂമിൽ പോയി ഒരുത്തൻ. നോക്കട്ടെ എവിടെയാണെന്ന് അവൻ. ഈ എല്ലും കടിച്ചിരിക്കുന്ന തീ കണ്ടോ. ഞാൻ പോകുമ്പോൾ മുറുകുന്നു. ഇപ്പോൾ ഭയങ്കര ജോലിയാണ് എല്ല് കടിച്ച് കടിച്ച് കഴിക്കുന്നത്. ഇത് കഴിക്കാനുള്ള എല്ലാണ് കേട്ടോ. ചേച്ചി ഇറങ്ങിയോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. മഴക്കാറ് വരുന്ന ഒരു കുന്ന ഷീറ്റ് മുകളിലിരിപ്പുണ്ട്. വെയിൽ കണ്ടുകൊണ്ടിട്ടു. അതെ, അപ്പോൾ മഴക്കാറ് വരുന്നു. അതെ, ചേച്ചി ഇറങ്ങുന്നു. അതായി നോക്കുന്നു കേട്ടോ. ഇറങ്ങുന്നത് കണ്ടോ. മോള് പോകുന്നു. നമുക്ക് 11:30 ഓഫീസ് വണ്ടി വന്നത്. പോയാ ചേച്ചി പോയാ? ടാറ്റാ. ചേച്ചി പോയി. ഞങ്ങൾ ഇന്ന് ഈ സിറ്റൗട്ടിലെ ഇതൊക്കെ കണ്ണാടിയൊക്കെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ. ഈ മഴ പെയ്തിട്ടേ എന്തോ പോലെ ഒന്നൊന്ന് വെളിച്ചം കയറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മോൾക്ക് 11:30 ഓഫീസിൻ്റെ വണ്ടി വന്നത്. അപ്പോൾ മോൻ നോക്കിയിരിക്കണം. മോനൊന്ന് വെളിച്ചം കയറി പുറമൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്തു. ഇവിടെയൊക്കെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ തുറന്നിട്ട് കൊടുത്തു. വേണ്ട, ഇതൊക്കെ തുറന്നിട്ട് കൊടുത്തു. തുറന്ന് എല്ലാം കാണിച്ചാൽ കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ഒന്ന് ഡാഡി തുറന്നിട്ട് കൊടുത്തു. കാര്യം ഒന്ന് വെളിച്ചം കയറട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ മൊത്തം മഴ ചത്ത് ടെറസ് പായൽ കൊണ്ട് അവിടെ നിന്നൊന്ന് അടിച്ച് കളയണം. അതൊന്ന് മഴ കുറഞ്ഞിട്ട് വേണം അടിച്ച് കളയാൻ. 3 ഓവ് ഇട്ടിട്ടുണ്ട് ടെറസിൽ. എന്നിട്ട് വെള്ളം എന്തോ ചെടിച്ചട്ടിയൊക്കെ വെള്ളമൊന്ന് നിൽക്കുന്നു. ഇന്ന് രാവിലെ പോയി എൻ്റെ ഹസ്ബൻഡൊന്ന് വെള്ളം കളഞ്ഞു. മോനിങ്ങനെ റോഡൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പുറത്തെ ഒരു വീട്ടിലെ പണി നടക്കുന്നു. അപ്പോൾ ലേബേഴ്സൊക്കെ ഉണ്ട് നോക്കിയിരിക്കുന്ന കേട്ടോ. ഈ കണ്ടോ, നോക്കിയിരിക്കുന്നതാണേ. ഇതല്ല, ഇപ്പം ദീപക്ക് വരും. എന്ത് പൊന്നോ, അതെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇവന് സ്ലിപ്പാവുന്നു കേട്ടോ ടൈൽസ്. അതാണ് ഈ കാല് ഒന്നിങ്ങനെ മാറി മാറി ഇരിക്കുന്നത്. വായോ, വാ അകത്തേക്ക് വാ പൊന്നു. മമ്മി തുണിയെടുത്തോണ്ട് വരട്ടെ, ഇവിടെ ഇരുന്നോളോ. എല്ലാം അറിയാം കേട്ടോ, എല്ലാ ഭാഷയും മനസ്സിലാവും. അപ്പോൾ ഗൈസ്, എനിക്ക് ഹസ്ബൻഡൊക്കെ ഭയങ്കര ചുമ കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇരിക്കും. അതായത് ചൂട് വിയർക്കുന്നു, പിന്നെ മഴ തണുക്കും, പിന്നെ ചൂട് വിയർക്കും, അങ്ങനെ കുത്തിയുള്ള ചുമ. അപ്പം ഞാനൊരു ഔഷധ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടി ദേ ശംഖുപുഷ്പം, തുളസി, പിന്നെ ദേ തേജ്പത്തയുടെ ഉണങ്ങിയത് കൂടാതെ കാണിച്ചു തരാം കേട്ടോ. ഇത് തേജ്പത്ത പച്ച. അപ്പുറത്തെ വീട്ടിലൊരു പച്ച മരമുണ്ട് കേട്ടോ. പച്ച ചെറുതായിട്ടുള്ളതായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 3-4 പറിച്ചുകൊണ്ട് വന്നു. വഴനയില ഉണങ്ങിയത് ഇട്ടു. വഴനയില ഒരു 3-4 ഇത് കണ്ടോ പച്ചക്കിട്ടു. ശംഖുപുഷ്പം ഇട്ടു, ചുക്കിട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ചുക്കുപൊടി ഇട്ടു, ഇഞ്ചി ഇത്തിരി ഇട്ടു. എന്നിട്ട് ഇത് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊന്ന് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ഔഷധമാക്കി ഞാൻ
കുടിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തുള്ള ബംഗാളികൾ പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് വഴനയിലൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുത്തിയുള്ള ചുമ ഒരു പ്രാവശ്യം കഴിച്ചാൽ പോരാ കേട്ടോ, 2-3 പ്രാവശ്യം കഴിക്കണം. അപ്പോൾ നമ്മളൊരു ചെറിയ ചായക്കപ്പിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ, ഇത് വറ്റി 1 ഗ്ലാസ് ആവും. 1 ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം നമ്മുടെ ചെറിയ കപ്പിൽ കുടിക്കാം. അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് പാത്രത്തിൽ ഈ ഔഷധം ഒന്ന് തിളപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്നുണ്ട് കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, നീ ഇച്ചിരി കഞ്ഞി വെക്കുക, കഞ്ഞി അച്ചാറും പപ്പടവും ഒത്തിരി ഉലത്തിയത് മതിയെന്ന്. അപ്പോൾ ഞാനത് കുക്കറിൽ ഇച്ചിരി കഞ്ഞിക്ക് അരിയിട്ടേക്കുന്ന വെന്ത് ഓഫ് ചെയ്തിട്ടേക്കുന്ന ഒരു പകുതി വേവായിട്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കും കേട്ടോ, അതാണ് ഇഷ്ടം. അപ്പോൾ ഇത് മലയാളി കടയിൽ നിന്ന് മേടിച്ച നമ്മുടെ കുത്തരിയാണ് കേട്ടോ. അങ്ങനെ കുത്തരി കിട്ടാറില്ല, പക്ഷേ എനിക്ക് അന്ന് മലയാളി കടയുടെ വീഡിയോ ഞാൻ എടുത്തില്ലേ, അപ്പോൾ മലയാളി കടയിൽ നിന്ന് എനിക്ക് ഇച്ചിരി കുത്തരി കിട്ടി. അപ്പോൾ ആ കുത്തരി കൊണ്ട് ഞാനൊന്ന് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും കുത്തിയുള്ള ചുമ. മോളിപ്പോൾ പോയി, മോള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. ഇനി ഓഫീസിലാണ് ഭക്ഷണം. അപ്പം നമ്മുടെ ഈ കുത്തരിയാണ് കേട്ടോ, ഈ കുത്തരിയെ കിട്ടിയത് മലയാളി കടയിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഒരു ചെറിയ ഗ്ലാസ്സിലിട്ടു, ഞങ്ങൾ 2 പേരും, പിന്നെ ദീപക്ക് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 1.5 ഗ്ലാസ്. അപ്പോൾ ഒരു 2 കിലോ കിട്ടിയുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കിട്ടിയില്ല, 2 കിലോ കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 കിലോ മേടിച്ചുകൊണ്ട് വന്നു. ഇനി വണ്ടിയായിട്ട് പോകുമ്പോൾ മേടിക്കാം, അതായത് നമുക്ക് ബസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര ദൂരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയായിട്ട് പോകുമ്പോൾ, നിങ്ങൾ അന്ന് കണ്ടില്ലേ ഞാൻ വീഡിയോ ഇട്ടിരുന്നത്, ഈ കുത്തരി കുറച്ച് കഞ്ഞി വെച്ചു, അത്ര തന്നെ. കാരണം ഇന്നലെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ മീനൊക്കെ ഉണ്ടാക്കി മസാലയും ഫ്രൈ ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഇന്നലെ ഹാർഡ് ഫുഡായതുകൊണ്ട് ഇന്നത്തെ ഇച്ചിരി ലിക്വിഡ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, എൻ്റെ ഇവിടെ ഒരു ഡെയിലി രാവിലെയും വൈകുന്നേരം വരെ ഇരുട്ടുന്നവരെ ഒരു കുഞ്ഞതിഥി വരും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ വരില്ല, എന്ന് പറഞ്ഞാൽ കുഞ്ഞണ്ണൻ. ഇപ്പോൾ എന്നെ കണ്ട് അതിന് ഞാൻ വരുമ്പോൾ പെട്ടെന്ന് പേടിച്ച് ഓടും കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പേരയ്ക്കയും ഒരു പഴവും എടുത്ത് വച്ചിരിക്കുന്ന കാണുന്നത് കേട്ടോ, അത് കഴിക്കട്ടെ, പാവമല്ലേ. അതിവിടെ വരുമ്പോൾ അത് വേറെ ഒന്നല്ല, ഇവിടം വരെ വന്നൊന്ന് ചുറ്റിയിട്ട് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒന്ന് അടുക്കള കയറിയിട്ട് പോകും. അണ്ണാൻ വരുന്നത് നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു അതിഥി വരാറുണ്ട്, അപ്പോൾ ആ അതിഥിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പേരയ്ക്കയും പഴമൊക്കെ വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇതൊന്ന് തിളച്ച് ഞാൻ അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് ഔഷധമാക്കും. എന്നിട്ട് കുടിക്കും, ഒരു 2-3 പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും കുത്തിയുള്ള ചുമ പോകും കേട്ടോ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ, അല്ല മടിയില്ലാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലത്. തുണി എടുത്തുകൊണ്ട് വരട്ടെ, കുറേ ഷീറ്റ് മുകളിലുണ്ട്, ബാക്കിയുള്ള കുഞ്ഞു തുണികളൊക്കെ താഴത്തെ ഫ്ലാറ്റിൽ വിരിച്ചു. കാരണം അത് കറുത്തിരുണ്ട് വരുന്നുണ്ട്. ഒരു മഴ പെട്ടെന്ന് പെയ്യും, അന്നേരം നല്ല തണുപ്പ്, പിന്നൊരു വെയിൽ ഉദിച്ചാൽ കൂടാ വിയർത്തൊഴുകുക. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു വല്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, മോന് ഫുഡൊക്കെ കൊടുത്തിട്ട് പൗഡറൊക്കെ ഇട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുണികൾ എടുത്തുകൊണ്ട് വന്നു. ഇപ്പോൾ വെയിൽ വന്നു, അപ്പം തന്നെ മഴയും പെയ്യും കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് ഇച്ചിരി ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഈ മഴയത്ത് ഒരുമാതിരി നനഞ്ഞ് കിടന്ന്, അപ്പോൾ ഈ വെയിൽ കാണുമ്പോൾ കൊണ്ടുവന്ന് വിരിക്കും കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ ഇന്നൊരു പരീക്ഷണത്തിന് ഉതകുന്നില്ല, കാരണം തുണികളൊക്കെ കൊണ്ടുവന്ന് ഷീറ്റൊക്കെ താഴത്തെ ഫ്ലാറ്റിൽ വിരിച്ചു. ചെറിയ തുണികളൊക്കെ ഫ്ലാറ്റിൽ വിരിക്കും, കാരണം നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ക്ലിപ്പൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് മുഴുവൻ നനയും. അപ്പോൾ അത് കാരണം വെയിൽ വന്നു കേട്ടോ. വെയിലിപ്പം ഞാൻ തുണി എടുത്തു കൊണ്ടെന്ന് വെച്ചത് ഒരു വെയിൽ വന്നു, പക്ഷേ ഇപ്പം തന്നെ മഴയും പെയ്യും. അതുകൊണ്ടൊന്നും പരീക്ഷണത്തിന് ഞാൻ ഉതകുന്നില്ല. തുണികൾ കൊണ്ടൊന്ന് അകത്തേക്ക് വിരിച്ചു, ഇല്ലെങ്കിൽ ഉള്ളത് ഉണങ്ങിയത് പോലും നനഞ്ഞു പോകും. നമ്മുടെ മോൻ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഡാഡിയുണ്ട്, ഇത്രയും നേരം ഡാഡിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് ഫുഡ് കൊടുത്തു കേട്ടോ. കുറേ അലക്കാനും പിടിക്കുക, ഇവിടെ ഡെയിലി അലക്കുന്ന ഒരു വല്ലാത്ത ഒരു അലക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റൊക്കെ ഒന്ന് പിടിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ രാവിലെ പോയിരുന്നാലേ മീനൊക്കെ കാണാൻ പറ്റുള്ളൂ. വലിയ മാർക്കറ്റാണ് കേട്ടോ, അകത്തുകൊണ്ട് പുറത്ത് റോഡ് സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് പോകാൻ പറ്റിയില്ല. നാളെ പോവാം, നാളെ മറ്റന്നാളെ പകൽ പോയി എടുക്കാം, രാത്രിയും പോയി എടുക്കാം. മോനിങ്ങനെ ഇരിക്കുന്ന മോന് ഞാനിന്ന് ഫുഡൊക്കെ കൊടുത്തു, ചിക്കനൊക്കെ കൂട്ടി ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഇരിപ്പുണ്ട്. അവനൊരു ചിക്കൻ സ്റ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ഇരുന്ന് കടിച്ച് തിന്നിരുന്നോളൂ, ഒറ്റയ്ക്കല്ലേ. ഇത് ഒരു ദിവസം കൊണ്ട് വൈകുന്നേരം കൊണ്ട് തീർത്തോളും കേട്ടോ. ഞാനൊരു ആ ബോണിൻ്റെ ഇത് കൊടുത്തത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കഴിച്ച് തീർത്തു. ചിക്കൻ സ്റ്റിക്കാണ് കേട്ടോ, ഇത് പെഡിഗ്രീയുടെ ചിക്കൻ്റെയും ഫ്ലവറുള്ള ദന്തൽ സ്റ്റിക്കാണ് കേട്ടോ.
പല്ലിനൊക്കെ നല്ലതാണ്. കടിച്ചടിച്ചിരുന്നോളും. കുറച്ച് നേരം കഴിഞ്ഞാലുണ്ട് ഇതിൻ്റെ വലുത് ഞാൻ മേടിച്ചു കൊടുത്തിട്ട് അവൻ 3 ദിവസം പിടിച്ചു. ഇതിൽ ഇത്ര കാൽസ്യവും പല്ലിനൊക്കെ നല്ല ഉറപ്പും ഒക്കെ കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒടിയോ, അത് അവൻ്റെ പല്ലിൽ ഒടിഞ്ഞോളും കേട്ടോ. അത് ഇത് കണ്ടോ, ഇത് കണ്ടോ, കടിച്ച് തിന്നുന്ന നല്ലതാണ്. അവൻ്റെ പല്ലിനും ഉറപ്പും പിന്നെ വായ്ക്ക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഒരു ചിക്കൻ ഫ്ലവർ എന്നേ ഉള്ളൂ ഇത് കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തായാലും ഞാൻ വൈകുന്നേരം ഷീറ്റ് മാറ്റും. ഇവനുള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി ഷീറ്റ് മാറ്റണം. തറയിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് മണ്ണൊക്കെ. അതുകൊണ്ട് ഡെയിലി മഴ സമയത്ത് ഷീറ്റുകളുണ്ടാവും കേട്ടോ അലക്കാൻ. കൊച്ചതൊക്കെ വെച്ച് കഴിച്ചോളൂ. ഇത് ദന്തൽ സ്റ്റിക്ക് കൊടുത്തു ഞാൻ, കണ്ടോ, ദന്തൽ സ്റ്റിക്ക് കൊടുത്തു, ഒറ്റക്കല്ലേ. അപ്പോൾ ഇത് പല്ലിനും, ഇത് ചിക്കൻ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ പല്ലിനും നല്ലതാണ്, ചിക്കൻ്റെ ഫ്ലവറും ഉള്ളതാണ്. ദന്തൽ സ്റ്റിക്കാണ്. അവൻ ഇത് കടിച്ചടിച്ചിരുന്നോളും. ഇത് 215 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ്. 6 പീസേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ വലുതാണെങ്കിൽ 1 2 പീസേ ഉണ്ടാവുള്ളൂ. ഇത് ഡബിൾ കൂടിയതാണെങ്കിൽ. ഇത് കണ്ടോ, ഇത്രയും ആക്കി കേട്ടോ. ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട കടിച്ച് തിന്നാൻ. ഇന്നലത്തെ ബോൺ കൊടുത്തിട്ട് അവൻ ആ ബോൺ വൈകുന്നേരം കൊണ്ട് കടിച്ച് തിന്നു കളഞ്ഞു കേട്ടോ. അത് മിൽക്കിൻ്റെ ഫ്ലവറായിരുന്നേ. കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഉള്ള പീസാണ് കേട്ടോ, തീർത്തും അവൻ. അതെ, അപ്പം ഞാൻ ഡെയിലി ഓരോന്നേ കൊടുക്കുള്ളൂ. ഇനി വൈകുന്നേരം ഒരെണ്ണം കൊടുക്കും, വെറുതെ ഇരിക്കുമ്പോൾ തിന്നോളും. വൈകുന്നേരം ഷീറ്റ് മാറ്റണം. ഇവനുള്ളതുകൊണ്ട് നമുക്ക് ഷീറ്റ് ഡെയിലി ഉണ്ടാവേ കഴുകാൻ. അത് കാരണം ഇത് ഇന്നലെ ഇതുപോലത്തെ ഒരു ബോൺ കൊടുത്തതാണ്. ഇത് കണ്ടോ, ഇവന് ഇത് ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം കൊണ്ടവൻ ഇത് തീർത്തു. ഇന്ന് തരില്ല, ഇനി ഇത് വൈകുന്നേരം വരുള്ളൂ. ഇന്നലെ ഇത് എടുക്കാൻ പോയപ്പോൾ അവൻ എന്നെ മുറുകി. കുറേ നേരമായിട്ട് ഇവനെ കാണാനില്ല. ഇതും പിടിച്ച് വൈകുന്നേരം വരെ ഇരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിന് വേണ്ടി. ഇത് മിൽക്ക് ഫ്ലവറാണ്. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇത് തീർക്കും. കാരണം ഇതിൻ്റെ പുറമല്ല, ഇതിൻ്റെ അകത്തുള്ള സാധനം കഴിക്കുന്നത് കേട്ടോ. ദീപക്ക് വന്നു, അത് നോക്ക് തുറക്കുന്ന കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഈ എല്ലിൻ്റെ ഇത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ ഇത് കഴിക്കാനുള്ളതാണ്. ഇത് ഇവനറിയാം. ഇവൻ പുറം കളഞ്ഞു, അകത്തുള്ളത് കഴിച്ചു കേട്ടോ. ഇതങ്ങോട്ട് കളഞ്ഞേക്കാം. ഇതാണ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുള്ളത് കഴിക്കും, പുറമുള്ളത് കളയും. ഇത് പിന്നെ അറിയാം കേട്ടോ കഴിക്കാൻ. മിൽക്കിൻ്റെ ആണ്. ഇതും നല്ലതാണ്. ഇതൊരു ഹെൽത്തി ബോണാണ്. പിന്നെ കാൽസ്യമൊക്കെ അടങ്ങിയതാണ് കേട്ടോ. ഇവരിങ്ങനെ കടിച്ചൊക്കെ ഇരുന്നോളും. 270 രൂപ കേട്ടോ. 3 4 പീസേ ഉള്ളൂ. കൂവി തേച്ച് തൊളാത്തൊക്കെ ജാടു പൊരിച്ച് തേച്ച് അതിൻ്റെ ഇടയിൽ അവൻ കട്ടിലിൻ്റെ ഇടയിൽ അടിച്ചു വരുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കുന്നു കേട്ടോ. അയ്യോ, എന്തൊരു ഇച്ചി പെണ്ണിൻ്റെ സ്വഭാവോടാ നിനക്ക്. ഇവിടെ വാ, പെണ്ണിൻ്റെ സ്വഭാവോ. ഇനി ഇതും വെച്ച് കുറേ നേരം ഇരുന്നോളൂ കേട്ടോ. കടിച്ച് ആ പല്ലൊക്കെ. ദീപക്ക് എന്താ പറഞ്ഞെന്നറിയാമോ ഗൈസ്? ഞാൻ കട്ടിലിൻ്റെ അടി അടിക്കുമ്പോൾ ഇവൻ തല കുനിഞ്ഞ് കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കുന്നു. പെണ്ണുങ്ങളുടെ സ്വഭാവം ഇവന് ഇങ്ങനെ അവൻ അടിച്ചു വരുന്നത് നല്ലതാണോ ഇല്ലയോ നോക്കുന്നത്. അവൻ നല്ലതായിട്ട് അടിച്ചു വരുള്ളൂ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ അടിച്ചു വാരിയവൻ, നോക്കണ്ട. ഇവിടെ അടിച്ചു വാരിയവൻ. ഓ, നീ ആരാ ഇത്? അവൻ അടിച്ചു വരുന്ന ഒളിഞ്ഞു നോക്കുന്നു. കട്ടിലിൻ്റെ അടിയിൽ അടിച്ചു വരുന്നത് ഒളിഞ്ഞു നോക്കുന്നു. ഇവിടെ വന്നിരുന്ന് ഇത് കണ്ടോ തടവുന്നു. തടിയിലെടുത്ത് എപ്പം നമുക്കൊരു ഇച്ചിരി നേരെ ഇരുന്ന് അപ്പം തടവാൻ വരും കേട്ടോ. വായിലെന്താണിത്? ഇതെന്താണ് പൊന്നോ? ആരോ വരുന്നുണ്ട് ഗൈസ്. അതാണ് അവന് സൗണ്ട് ഉണ്ടാക്കുന്നേ. ആരാ പിന്നെ? ഓ, അടുത്തുള്ളവർ ആ കൂളത്തല പറിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ.
ओ हाँ, ये बेल पता पाचल तुलती होवे আগে বেড়া কাছে ছিল কাটিং করিয়েছে এখন ছোট পাঁচিল তুলনের জন্য হবে না তোমাকে পাতা নেই ছটা পাতা এখন আসছি মানে ছটা জন സഭി പൊടി ചായച്ച് അവർ ആഴ്ച നൂതിൻ പത്ത ഓ അവരെ എന്തോ പൂജയ്ക്ക് കൂളത്തല പറിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ചെറിയ ഇല എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന വലിയ ഇല അല്ല അപ്പം ഞാൻ പറഞ്ഞു എല്ലാം കൊഴിഞ്ഞിട്ട് പുതിയത് വരുന്നതേ ഉള്ളൂ എന്ന് അതാണ് അത് സഞ്ജയുടെ അമ്മൂമ്മ അവർക്ക് ചെറിയ ഇല വന്നു വലിയ ഇല വേണമെന്ന് ഇതെല്ലാം പോയിട്ട് വരുന്നതല്ലേ ഉള്ളൂ ബാ പോയി ബാ പൂജയ്ക്ക് വേണ്ടിയാണ് ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്തോ ശിവപൂജയ്ക്ക് വേണ്ടിയാണ് ഓ എവിടെ ഇങ്ങോട്ട് നോക്കട്ടെ എനിക്ക് തുടക്കട്ടെ എനിക്ക് ബാ ദേ അച്ഛൻ വിളിക്കുന്നത് പോക്കോ ചേട്ടാ പറ പോക്കോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചെറിയ ചെറിയ ചാനൽ ഉള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക